നമസ്കാരം. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത്. കൃഷ്ണകുമാറിന്റെ 4 മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് ദിയ കൃഷ്ണ മാത്രമാണ്. അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല ദിയ ഒരു സംരംഭകയാണ്. ഓബയോസി എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ ആ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം. അടുത്തിടെയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ബിസിനസ് വിവാദത്തിലായത്. ആഭരണങ്ങൾ വാങ്ങിയവരുടെ പരാതി ദിയ കേൾക്കുന്നില്ലെന്ന ആരോപണം വലിയ ചർച്ചയായിരുന്നു. വിമർശനം കടുത്തതോടെ ദിയ പ്രതികരിച്ചു. കാര്യങ്ങൾ വിശദീകരിക്കവേ ഇൻഫ്ലുവൻസർ കരയുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വിവാദം കെട്ടടങ്ങി. ഇപ്പോഴും അന്നത്തെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയയുടെ പിതാവ്, നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ. വിവാദത്തിനിടെ താൻ ഇടപെടാതിരുന്നതിന് കാരണമുണ്ടെന്ന് കൃഷ്ണകുമാർ ദിയയുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞു. ഏത് കച്ചവടം നടത്തുമ്പോഴും പ്രശ്നങ്ങൾ ധാരാളം വരും. നമ്മൾ ബിസിനസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല. ഈ അടുത്ത കാലത്ത് തിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടു. അത് വളർച്ചയുടെ ഭാഗമായി കാണുക. ചിലയിടത്ത് ഇമോഷണലായി നീ സംസാരിച്ചു. നിന്റെ പ്രായത്തിൽ നിന്റെ സ്വഭാവ രീതി വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ തോന്നി. അതിലും തെറ്റില്ല. പലപ്പോഴും അമ്മയും പറഞ്ഞിട്ടും ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതിരുന്നത് നിങ്ങൾ തന്നെ ആ പ്രശ്നത്തെ അഭിമുഖീകരിച്ച് പരിഹാരം കണ്ടെത്താനാണ്. എന്തും കടന്നു പോകും. അവരോട് പോലും മനസ്സിനകത്ത് ശത്രുത വേണ്ട. പലതും ഒരു വളർച്ചയുണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. കൊടുങ്കാറ്റിനകത്ത് കൂടെ കടന്നു പോയാൽ ചെറിയ ചെറിയ കാറ്റുകൾ ഏൽക്കില്ല. ഈ നടന്നതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. ഒരിക്കലും ഒരാളോടും ദേഷ്യവും വൈരാഗ്യവും വേണ്ട. നമ്മുടെ വളർച്ചയിലേക്ക് ശ്രദ്ധ നൽകുക. ഉത്സവത്തിന് പോകുന്ന ആനയായി നമ്മളെ സ്വയം വിചാരിക്കുക. ആന വിരിഞ്ഞു നടന്നു പോകും. സൈഡിൽ നിന്ന് പട്ടികൾ കുരയ്ക്കും. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. ആന ശ്രദ്ധിക്കാതെ നടന്നു പോകും. ആനയുടെ ഉന്നം ഉത്സവത്തിനെത്തി ഉത്സവം മേളമാക്കുക എന്നതാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കസ്റ്റമേഴ്സിന്റെ പരാതികളെക്കുറിച്ച് ദിയ കൃഷ്ണയും സംസാരിച്ചു. ശരിക്കും പ്രശ്നമുള്ള കസ്റ്റമേഴ്സിനോട് അശ്വിൻ സംസാരിച്ചു. യഥാർത്ഥ പ്രശ്നം പറഞ്ഞവർ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നം പെട്ടെന്ന് ഡൗൺ ആയത്. കുറെ പേരുടെ പരാതി തീർത്തു കൊടുത്തു. അതായിരുന്നു ചെയ്യേണ്ടത്. വെറുതെ പറയുന്നവരെ സഹായിക്കാൻ പറ്റില്ലെന്നായിരുന്നു ദിയ കൃഷ്ണ പറഞ്ഞത്. ബിസിനസ്സും ഇൻഫ്ലുവൻസർ കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ദിയ കൃഷ്ണ. അടുത്തിടെയാണ് ദിയയുടെ അശ്വിനും വിവാഹിതനായത്. ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി ദിയയുടെ വിവാഹ വീഡിയോ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ദിയയും അശ്വിനും. ദിയയുടെ പ്രശ്നത്തിന് മുമ്പും താരകുടുംബം നിരവധി തവണ വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ദിയയുടെ പല വീഡിയോകളിലും ദിയ ഗർഭിണിയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അശ്വിനൊപ്പം പങ്കിട്ട ഒരു ചിത്രവും അശ്വിൻ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ദിയ ഗർഭിണിയാണെന്ന തരത്തിലായിരുന്നു സൂചന നൽകിയിരുന്നത്. എന്നാൽ ഇതിനുള്ള ഉത്തരം ഇതുവരെയും ദിയയോ കുടുംബമോ തന്നിട്ടില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.